നമസ്കാരം. സഹാരൻപൂർ കളക്ട്രേറ്റ് സമുച്ചയത്തിനുള്ളിൽ അരങ്ങേറിയ അനധികൃത കയ്യേറ്റത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള കോടതി വിധി ഭാരതീയ ജനതാ പാർട്ടിയുടെ നീതി എല്ലാവർക്കും പ്രീണനം ആർക്കുമില്ല എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ മറ്റൊരു നേട്ടമാണ്. ഒരു സർക്കാർ ഓഫീസിന്റെ പരിധിയിൽ, അതും അതീവ സുരക്ഷയും ഭരണനിർവഹണ പ്രാധാന്യവുമുള്ള കളക്ട്രേറ്റ് വളപ്പിൽ നിയമവിരുദ്ധമായ ഒരു മതപരമായ കെട്ടിടം, അതായത് അനധികൃത മസ്ജിദ് ഉയർന്നു വന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിരുന്ന ഭരണകൂടങ്ങളുടെ അനാസ്ഥയുടെയും പ്രീണന രാഷ്ട്രീയത്തിന്റെയും ദയനീയമായ ചിത്രമാണ്. ഇന്ന് സഹാരൻപൂരിലെ സിറ്റി മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച ഈ വിധി കേവലം ഒരു ഭൂമി ഒഴിപ്പിക്കൽ ഉത്തരവ് മാത്രമല്ല, രാജ്യത്ത് നിയമത്തിന് മുകളിൽ ആരുമില്ലെന്നും സർക്കാർ ഭൂമി എന്നത് പൊതുജനങ്ങളുടെ സമ്പത്താണ് എന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലുമാണ്. 6.5 കോടി രൂപയോളം വരുന്ന ഭീമമായ പിഴ ചുമത്തിക്കൊണ്ട് കോടതി നടത്തിയ ഈ ഇടപെടൽ നിയമലംഘകർക്ക് ഇനി മുതൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. ഇത് വെറും ഒരു വാർത്തയായി കാണേണ്ട ആവശ്യമില്ല. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ യോഗി ആദിത്യനാഥിന്റെ ഭരണകൂടം നടപ്പിലാക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുടെ തുടർച്ചയാണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക കെട്ടിടങ്ങൾ മതപരമായ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള വേദികളല്ലെന്നും അവ ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റേണ്ട സ്ഥലങ്ങളാണെന്നും ഭരണകൂടം വീണ്ടും തെളിയിക്കുന്നു. 2025 ജനുവരിയിൽ ബജ്റംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഇന്ന് ഈ ചരിത്രപരമായ കോടതി വിധിയിലേക്ക് നയിച്ചതിന്റെ അടിസ്ഥാനം. ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ഇവിടെ നമ്മൾ കാണുന്നു. സർക്കാർ സംവിധാനങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കിയ ഒരു അനധികൃത നിർമ്മാണത്തെ കൃത്യമായ തെളിവുകളോടെ പുറത്തു കൊണ്ടുവരാൻ ബജ്റംഗ് ദളിന്റെ അന്നത്തെ പ്രവിശ്യ കൺവീനർ വികാസ് ത്യാഗി കാണിച്ച ധൈര്യം അഭിനന്ദാർഹമാണ്. ഇത്തരം വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഭരണകൂടത്തിന്റെ പിടിപ്പുകേടായി പലരും വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഇവിടെ BJP സർക്കാർ ഇത്തരം പരാതികളെ എങ്ങനെയാണ് ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നത് എന്നതിലാണ് കാര്യം. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതോടെ സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ വഴിയൊരുക്കി. ഇത് സൂചിപ്പിക്കുന്നത് BJP ഭരണത്തിന് കീഴിൽ പരാതികൾക്ക് ചെവിയോർക്കാൻ ഒരു ഭരണകൂടം സജ്ജമാണെന്നും നീതിക്കായുള്ള പോരാട്ടത്തിന് സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് തന്നെയാണ്. മുൻപ് പല സർക്കാരുകളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത്തരം കയ്യേറ്റങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു പതിവ്. എന്നാൽ സുശാസൻ അഥവാ സുഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരം തെറ്റായ കീഴ്വഴക്കങ്ങൾ തിരുത്തപ്പെടുക തന്നെ വേണം. ഈ വിജയം കേവലം BJPയുടേതല്ല, നിയമം അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ സാധാരണക്കാരൻ്റെയും വിജയമാണ്. കളക്ട്രേറ്റ് സമുച്ചയത്തിലെ ഈ മസ്ജിദ് നിർമ്മാണം എന്നത് വെറും ഒരു മതപരമായ കാര്യമായി കാണാനാകില്ല. അത് ഭരണഘടനാപരമായ ലംഘനമാണ്. ഭരണപരമായ പ്രവർത്തനങ്ങൾ നടക്കേണ്ട സ്ഥലത്ത് അനധികൃതമായ ഒരു കെട്ടിടം പണിത് അതിൽ നിന്ന് വാടക പിരിക്കുകയും വരുമാനം ഉണ്ടാക്കുകയും ചെയ്തു എന്നത് അങ്ങേയറ്റം ഗൗരവകരമാണ്. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ പോലും ഉത്തരം നൽകാൻ വിസമ്മതിച്ച ഈ കമ്മിറ്റിയുടെ നടപടികൾ അവർക്ക് നിയമത്തോടുള്ള വെല്ലുവിളിയാണ് കാണിക്കുന്നത്. സാധാരണക്കാർക്ക് സർക്കാർ ഓഫീസുകളിൽ കയറാൻ പോലും അനുമതി ലഭിക്കാൻ പാടുപെടുന്ന സാഹചര്യത്തിലാണ് ഈ കമ്മിറ്റി ആ സമുച്ചയം തങ്ങളുടെ സ്വകാര്യ സമ്പത്തായി കണക്കാക്കി പ്രവർത്തിച്ചത്. സർക്കാർ ഭൂമിയിൽ കെട്ടിടം കെട്ടി അത് വാടകയ്ക്ക് നൽകി ലാഭമുണ്ടാക്കുന്നത് അഴിമതിയുടെ മറ്റൊരു മുഖമാണ്. നിയമത്തിന്റെ പിൻബലമില്ലാതെ അധികാരം ദുരുപയോഗം ചെയ്ത് പൊതുമുതൽ കയ്യേറി ഇക്കൂട്ടർക്ക് കോടതി ചുമത്തിയ 6.41 കോടി രൂപ പിഴ എന്നത് അർഹമായ ശിക്ഷയാണ്. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ നിർമ്മിച്ച ഈ കെട്ടിടം നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ്. 30 ദിവസത്തിനുള്ളിൽ ഇതിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പൊളിച്ചു നീക്കുമെന്ന കോടതി ഉത്തരവ് നിയമം നടപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഉറപ്പിക്കുന്നു. രാജ്യത്ത് മതേതരത്വം എന്നത് ചിലർക്ക് അഴിമതി നടത്തുന്നതിനുള്ള മറയാണ്. മതം എന്ന വികാരം ഉപയോഗിച്ച് നിയമവിരുദ്ധമായ കാര്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ വിധി. കളക്ട്രേറ്റ് വളപ്പിൽ പള്ളി പണിതത് മതം വളർത്താനല്ല, പൊതുമുതൽ കയ്യേറി ലാഭമുണ്ടാക്കാനാണെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു. മുറികൾ വാടകയ്ക്ക് നൽകിയതും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയതും ഈ കെട്ടിടത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തെന്ന് വ്യക്തമാക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ യഥാർത്ഥ വിശ്വാസികളെ അപമാനിക്കുന്നതാണ്. BJP സർക്കാർ എപ്പോഴും മതപരമായ ആരാധനാലയങ്ങൾക്കെതിരല്ല, ആരാധനയുടെ പേരിൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെയാണ്. ഒരു മതം ഒരു സ്ഥലം കയ്യേറാൻ പാടില്ല. എല്ലാ മതങ്ങളും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സർക്കാർ ഭൂമിയിൽ ആർക്കും പ്രത്യേക അവകാശമൊന്നുമില്ല. മതപരമായ ആവശ്യങ്ങൾക്ക് സ്ഥലം വേണമെങ്കിൽ അത് നിയമപരമായി വാങ്ങി നിർമ്മിക്കണം. അല്ലാതെ സർക്കാർ ഭൂമി കയ്യേറി അത് മതത്തിന്റെ പേരിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ അവശിഷ്ടമാണ്. ആ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു എന്ന് ഈ കോടതി വിധി ഓർമ്മിപ്പിക്കുന്നു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സർക്കാർ ഭൂമിയും പൊതുമുതലും സംരക്ഷിക്കാൻ സ്വീകരിച്ച നടപടികൾ ലോകശ്രദ്ധ ആകർഷിച്ചതാണ്. മാഫിയകളിൽ നിന്നും ഭൂമാഫിയകളിൽ നിന്നും സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തുടർച്ചയായി കാണാം. കളക്ട്രേറ്റ് സമുച്ചയത്തിലെ ഈ സംഭവം എത്ര ഉന്നതങ്ങളിൽ കയ്യേറ്റം നടന്നാലും നിയമം അതിന്റെ വഴിക്ക് പോകും എന്നതിന്റെ തെളിവ് കൂടിയാണ്.
സർക്കാർ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ച് പ്രവർത്തിച്ചവർക്ക് നിയമത്തിന്റെ കരുത്ത് ബോധ്യപ്പെട്ട ദിവസമാണിത്. മുൻപ് ഉത്തർപ്രദേശിലുണ്ടായിരുന്ന അരാജകത്വം മാറ്റിയെടുക്കാൻ സർക്കാർ നടത്തിയ പോരാട്ടം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമവാഴ്ചയാണ് ഒരു രാജ്യത്തിന്റെ നട്ടെല്ല്. ആ നട്ടെല്ല് തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും അമർച്ച ചെയ്യാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ നടപടി രാജ്യത്തിന് നൽകുന്ന സന്ദേശം വളരെയധികം വ്യക്തമാണ്. നിങ്ങൾ നിയമം അനുസരിക്കുന്ന പൗരനാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ നിയമം ലംഘിക്കുന്നവനാണെങ്കിൽ അത് അത്ര വലിയ കൊമ്പനായാലും ശിക്ഷ ഉറപ്പാണ്. ഹിന്ദു സംഘടനകളുടെ പങ്ക് ഈ വിഷയത്തിൽ വളരെയധികം വലുതാണ്. ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകൾ നിരന്തരം ഇത്തരം വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് കൊണ്ടാണ് സമൂഹത്തിലെ അഴിമതികളും അനധികൃത കയ്യേറ്റങ്ങളും ചർച്ചയാകുന്നത്. കളക്ട്രേറ്റ് സമുച്ചയത്തിനുള്ളിലെ ഈ കയ്യേറ്റത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ പലരും അതിനെ ചെറിയ കാര്യമായി കണ്ടിരിക്കാം. എന്നാൽ ഇന്നത് വലിയൊരു നിയമവിജയമായി മാറിയിരിക്കുന്നു. ഹിന്ദു സംഘടനകൾ മതത്തിന്റെ പേരിൽ മാത്രമല്ല ദേശത്തിന്റെ പൊതുസ്വത്ത് സംരക്ഷിക്കാനും പ്രവർത്തിക്കുന്നുവെന്ന് ഇവിടെ വ്യക്തമാണ്. ഇത്തരം ഇടപെടലുകളെ ചിലർ വർഗീയമായി ചിത്രീകരിക്കാനും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇത് വർഗീയതയല്ല, ദേശസ്നേഹമാണ്. പൊതുസ്ഥലം കയ്യേറിയാൽ അത് ആരായാലും ചോദ്യം ചെയ്യപ്പെടണം. അതിനു മുന്നിൽ നിൽക്കുന്നത് ഹിന്ദു സംഘടനകളാണെങ്കിൽ അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. രാജ്യത്തെ നിയമവാഴ്ച ശക്തിപ്പെടുത്താൻ ഇനിയും ഇത്തരം ഇടപെടലുകൾ ആവശ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത്. നിയമത്തിന് മുന്നിൽ വലിയവൻ ചെറിയവൻ എന്ന ഭേദമില്ല. കളക്ട്രേറ്റ് സമുച്ചയത്തിൽ മസ്ജിദ് പണിതവൻ കരുതിയത് തങ്ങൾക്ക് എന്തും ചെയ്യാമെന്നാണ്. എന്നാൽ ജുഡീഷ്യറിയിലൂടെ അവർക്ക് ലഭിച്ച മറുപടി ശക്തമാണ്. കോടതി വിധിയിലൂടെ സർക്കാർ ഭൂമി എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെങ്കിൽ ഇസ്ലാം മത വിഭാഗത്തിന് മാത്രമുള്ളതല്ലെന്ന് തെളിയിക്കപ്പെട്ടു. 6.41 കോടി പിഴ എന്നത് ഈ തെറ്റിന് അവർ നൽകേണ്ടി വരുന്ന ചെറിയ തുകയാണ്. ആ സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ചത് കൊണ്ടുണ്ടായ സാമൂഹികവും ഭരണപരവുമായ നഷ്ടങ്ങൾ ഇതിലും വലുതാണ്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ നടപടി പാഠമാകട്ടെ. നിയമത്തിന് മുന്നിൽ മതപരമായ പരിഗണനകൾ ഇല്ലെന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. BJPയുടെ ഭരണ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിയമത്തിന്റെ തുല്യതയാണ്. അവിടെ ഇത് കൃത്യമായി പരിപാലിക്കപ്പെടുന്നു. ഈ കോടതി വിധി വരും തലമുറയ്ക്കുള്ള വലിയൊരു പാഠം കൂടിയാണ്. സർക്കാർ ഭൂമി കയ്യേറിയാൽ അത് എന്നെങ്കിലും തിരിച്ചു പിടിക്കപ്പെടും. അതിന് നൽകേണ്ടി വരുന്ന പിഴയും മാനക്കേടും വളരെയധികം വലുതായിരിക്കും. ഈ സംഭവം നമ്മുടെ രാജ്യത്തെ സർക്കാർ ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും നടക്കുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. നിയമലംഘനത്തിന് ഒരു കാലവും സംരക്ഷണം ലഭിക്കില്ല. ഇന്ന് നടന്ന നടപടി ഭാവിയിൽ ഇത്തരം അഴിമതികൾ തടയാൻ സഹായിക്കും. ഓരോ പൗരനും തന്റെ ചുറ്റുമുള്ള അനധികൃത കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം. നമ്മൾ എല്ലാവരും നിയമത്തിന്റെ ഭാഗമാണ്. അത് സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ വിധി ജനാധിപത്യത്തിന്റെ വിജയമാണ്. നിയമം എത്രമാത്രം ശക്തിപ്പെട്ടാൽ അത്രയും നന്നായി ഒരു രാജ്യം മുന്നോട്ട് പോകും. യോഗി ആദിത്യനാഥിന്റെ ഈ ഭരണ മാതൃക രാജ്യത്താകമാനം പിന്തുടരേണ്ടതാണ്. BJP സർക്കാർ വികസനത്തിന് നൽകുന്ന അതേ പ്രാധാന്യം നിയമവാഴ്ചയ്ക്ക് നൽകുന്നുണ്ട്. വികസനം നടക്കണമെങ്കിൽ നിയമം കൃത്യമായി പാലിക്കപ്പെടണം. അനധികൃത കയ്യേറ്റങ്ങൾ വികസനത്തെ തടസ്സപ്പെടുത്തുന്നു. കളക്ട്രേറ്റ് സമുച്ചയത്തിലെ കയ്യേറ്റം സർക്കാർ ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടാകാം. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് വികസനത്തിനും സുഗമമായ ഭരണ നിർവഹണത്തിനും അത്യന്താപേക്ഷിതമാണ്. നിയമം ലംഘിച്ചു വരുന്ന ഏത് നിർമ്മിതിയും വികസനത്തിന് തടസ്സമാണ്. ഈ വിധി വികസനത്തിന്റെ പാതയിൽ ഒരു നാഴികക്കല്ല് കൂടിയാണ്. നിയമവാഴ്ച ഉറപ്പാക്കുന്നതിലൂടെ കൂടുതൽ വികസനം സാധ്യമാക്കാം. BJP സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ഈ ലക്ഷ്യത്തോടെ ഉള്ളതാണ്. ഈ കോടതി വിധി ഉത്തർപ്രദേശിലെ നീതിയുടെ വിജയ പതാകയാണ്. സഹാരൻപൂർ കളക്ട്രേറ്റ് സമുച്ചയത്തിലെ കയ്യേറ്റം അവസാനിപ്പിക്കാൻ ഉത്തരവിട്ട കോടതി നിയമം ലംഘിക്കുന്നവർക്ക് കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. BJP സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. 6.41 കോടി പിഴയും 30 ദിവസത്തിനുള്ളിൽ ഒഴിപ്പിക്കലും നിയമം കണിശമായി നടപ്പിലാക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഈ വിജയം രാജ്യത്തിന് തന്നെ ഒരു വലിയ മാതൃകയാണ്. തെറ്റുകൾ തിരുത്തിയും നിയമവാഴ്ച ഉറപ്പാക്കിയും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കൊരു ശക്തമായ ഭാരതം കെട്ടിപ്പടുക്കാൻ കഴിയൂ. യോഗി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുത്ത ഈ വിജയം നീതിയുടെ വഴിയിലെന്നും നിലനിൽക്കും. നിയമം വാഴുന്ന രാജ്യത്ത് അഴിമതിക്കും കയ്യേറ്റത്തിനും സ്ഥാനമില്ല. ഈ വിധി അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.